Hi friends, welcome to my YouTube channel H Media. ഈ വീഡിയോയിലൂടെ ഐഡിയൽ ഹൗസ് എന്ന ഒരു മൈൻഡ് ബ്ലോയിങ് AI ടൂളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു ഫോട്ടോ മാത്രം യൂസ് ചെയ്ത് നമ്മുടെ സ്പേസിന്റെ കംപ്ലീറ്റ് മേക്ക് ഓവർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു AI ടൂളാണിത്. ഒരു ഫോട്ടോ ആഡ് ചെയ്ത് ലൈവായി ചാറ്റ് ചെയ്തുകൊണ്ട് ഡിസൈൻ ചെയ്യാനും ഫോട്ടോ എൻഹാൻസർ, വിർച്വൽ സ്റ്റേജിംഗ് അങ്ങനെ ഒരുപാട് മൈൻഡ് ബ്ലോയിങ് ഫീച്ചേഴ്സുമായാണ് ഈ ഒരു AI ടൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സ്പേസിനെ ഹൗസ് GPT എന്ന AI-യുമായി ചാറ്റ് ചെയ്ത് എങ്ങനെ ഡിസൈൻ ചെയ്യാം, ഇന്റീരിയർ, എക്സ്റ്റീരിയർ തുടങ്ങിയ ഡിസൈനുകളിൽ ഐഡിയൽ ഹൗസ് എന്ന ഈ ഒരു ന്യൂ AI ടൂൾ എങ്ങനെ യൂസ് ചെയ്യാം തുടങ്ങിയതെല്ലാം അറിയുന്നതിനായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ ആദ്യമായാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. കൂടാതെ ഇന്റീരിയർ, എക്സ്റ്റീരിയർ വിഷ്വലൈസേഷൻ, പേഴ്സണൽ ട്രെയിനിങ്ങും എച്ച് മീഡിയയിൽ അവൈലബിൾ ആണ്. കോഴ്സുകളെ കുറിച്ച് കൂടുതൽ അറിയാനായി താഴെ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്. താമസിയാതെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ബ്രൗസറിൽ ideal.house എന്ന് ടൈപ്പ് ചെയ്ത് ഈ ഒരു AI ടൂൾ ആക്സസ് ചെയ്യാവുന്നതാണ്. ഒരു ഇമെയിൽ ID യൂസ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് 60 പെർ ഡേ ബോണസോട് കൂടി ഈ AI ടൂളിന്റെ യൂസിംഗ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഐഡിയൽ ഹൗസ് എന്ന ഈ ഒരു AI ടൂൾ ഓപ്പൺ ചെയ്താൽ AI ടൂൾസ് എന്ന ഈ ഒരു സെക്ഷൻ ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഈ AI ടൂളിൽ അവൈലബിൾ ആയ എല്ലാ ഫീച്ചർ ടൂൾസുകളും നമുക്കിവിടെ കാണാവുന്നതാണ്. ആദ്യമായി ഈ AI ടൂളിലെ ഹൗസ് GPT എന്ന ഈ ഒരു ഫീച്ചറാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഒരു ചാറ്റ് വിൻഡോ പോലെയാണ് ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നത്. ഇതിൽ ബഡ്ജറ്റ് മേറ്റ്, കളർ കൺസൾട്ടന്റ്, പ്ലാൻ പ്ലാനർ, റിനോവേഷൻ അസിസ്റ്റന്റ് തുടങ്ങിയ ഓപ്ഷനുകൾ നമുക്കിവിടെ കാണാവുന്നതാണ്. കൂടാതെ താഴെ സെൻഡ് എ മെസ്സേജ് ടു ഹൗസ് GPT എന്ന ഈ ഒരു സെക്ഷനിൽ നമ്മുടെ സ്പേസിനെ കുറിച്ച് ചാറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്യാവുന്നതാണ്. ആദ്യമായി നമ്മൾ ഈ ഒരു ഹൗസ് GPTയിൽ ഒരു ലിവിംഗ് റൂം ഇമേജ് ആഡ് ചെയ്ത് ചാറ്റ് ചെയ്തുകൊണ്ട് ആ സ്പേസിനെ മേക്ക് ഓവർ ചെയ്യാൻ പോവുകയാണ്. ഈ ലിവിംഗ് റൂമിന്റെ ഇമേജ് ആണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു ഇമേജിനെ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ഈ ഒരു വിൻഡോയിലേക്ക് ഇതുപോലെ പ്ലേസ് ചെയ്യാം. ഇനി മേക്ക് ദ ലിവിംഗ് റൂം മോർ മോഡേൺ ആൻഡ് കളർഫുൾ എന്നിങ്ങനെ ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനി സെൻഡ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഒരു ചാറ്റ് സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡുകൾക്കുള്ളിൽ നമ്മൾ ആഡ് ചെയ്ത ആ ഒരു ഇമേജ് വളരെ കളർഫുള്ളായി റീമോഡൽ ചെയ്ത് ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. ഇനി ഇതിന്റെ മേക്ക് ഓവർ കണ്ടിന്യൂ ചെയ്യുന്നതിനായി കുറച്ച് സജഷൻസ് നമുക്കിവിടെ താഴെ കാണാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ടോ താഴെ ടൈപ്പ് ചെയ്തുകൊണ്ടും നമുക്ക് ഈ ഒരു സ്പേസിന്റെ മേക്ക് ഓവർ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ചേഞ്ച് ദ സോഫ ടു എ മോഡേൺ ഗ്രേ ഫാബ്രിക് എന്നിവിടെ ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. വളരെ ക്വിക്കായി നമ്മൾ ടൈപ്പ് ചെയ്ത പോലെ ഒരു ഗ്രേ ഫാബ്രിക്കിൽ ഈ സോഫ ഇതുപോലെ ചേഞ്ച് ആയി ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മുടെ സ്പേസിനെ സിമ്പിളായി ചാറ്റ് ചെയ്തുകൊണ്ട് ഡിസൈൻ ചെയ്യാവുന്നതാണ്. അടുത്തതായി ഒരു എക്സ്റ്റീരിയർ ഇമേജിനെ ഇതിൽ ആഡ് ചെയ്ത് ചെക്ക് ചെയ്യാം. ഈ ഒരു എക്സ്റ്റീരിയർ ഇമേജിനെയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് മേക്ക് ഓവർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു ഇമേജിനെ ഡ്രാഗ് ചെയ്ത് ഈ ഒരു മെസ്സേജിംഗ് സെക്ഷനിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. ഇനി ഇവിടെ ടൈപ്പ് ചെയ്യാം മേക്ക് ദ എക്സ്റ്റീരിയർ മോഡേൺ വിത്ത് വൈറ്റ് വാൾസ് വുഡൻ ആക്സെന്റ്സ്. ഇനി എൻ്റർ ചെയ്യാം. ഇതുപോലെ ഒരു ഇമേജാണ് നമുക്കിതിൽ ജനറേറ്റ് ആയിരിക്കുന്നത്. സ്ലോപ്ഡ് റൂഫായ ഈ ഒരു എക്സ്റ്റീരിയറിനെ സെക്കൻഡുകൾക്കുള്ളിൽ ചാറ്റ് ചെയ്ത് ഒരു മോഡേൺ എക്സ്റ്റീരിയറായി നമ്മളിവിടെ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. അടുത്തതായി ഈ ഒരു എക്സ്റ്റീരിയറിനെ കൂടുതൽ മോഡിഫൈ ചെയ്യുന്നതിനായി ഹൗസ് GPTയിൽ ചാറ്റിംഗ് കണ്ടിന്യൂ ചെയ്യുകയോ ഈ ഇമേജ് ഓപ്പൺ ചെയ്ത് എഡിറ്റ് വിത്ത് AI ടൂൾസ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ടൂൾസ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ജനറേറ്റ് ചെയ്തിരിക്കുന്നത് എക്സ്റ്റീരിയർ ആണ്. എക്സ്റ്റീരിയർ ഇന്നോവേറ്റർ എന്ന ഈ ഒരു AI ടൂളിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ എക്സ്റ്റീരിയർ ഇന്നോവേറ്റർ എന്ന ഈ ഒരു AI ടൂളിൽ ബിൽഡിംഗ് സ്റ്റൈൽ നമുക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ ചൂസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം.
ഒരുപാട് ടൈപ്പ് സ്റ്റൈൽസ് നമുക്കിവിടെ കാണാവുന്നതാണ്. ഇതിൽ നിന്നും നമുക്ക് വേണ്ട എക്സ്റ്റീരിയർ സ്റ്റൈൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിതിൽ മോഡേൺ, സ്കാൻഡിനേവിയൻ, ട്രോപ്പിക്കൽ മോഡേൺ, കണ്ടംപററി എന്നിങ്ങനെയുള്ള സ്റ്റൈലുകൾ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള മൾട്ടിപ്പിൾ സ്റ്റൈലുകൾ ഇവിടെ നിന്നും ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ 3 സ്റ്റൈലുകളാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി കൺഫേം എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അടുത്തത് എൻവയോൺമെൻ്റ് ആണ്. നമ്മൾ ഈ ഒരു ഇമേജിന് വേണ്ട എൻവയോൺമെൻറ്റ് നമുക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ടൈം, വെതർ, ലൊക്കേഷൻ എന്നിങ്ങനെ 3 ഓപ്ഷനുകൾ നമുക്കിതിൽ കാണാവുന്നതാണ്. ഡെസ്ക് എന്ന ഈ ഒരു ടൈമാണ് ഇതിൽ സെലക്ട് ചെയ്യുന്നത്. അടുത്ത വെതറിൽ ഓട്ടമാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. അടുത്തതായി ഇതിൽ ലൊക്കേഷനാണ്. അലോങ് ദ സൈഡ് വാക്ക്, ഇൻ ദ ചെറി ബ്ലോസം, ഈ 2 ലൊക്കേഷനുകളാണ് ഞാൻ ഇതിൽ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഓപ്ഷൻസ് ചേഞ്ച് ചെയ്തുകൊണ്ട് ഇമേജസിനെ ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി കൺഫേം എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അടുത്തതായി സ്റ്റൈൽ റെഫറൻസ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. ഞാൻ ഇതിൽ റെഫറൻസ് സെലക്ട് ചെയ്യാതെ ജനറേറ്റ് ചെയ്യാൻ പോവുകയാണ്. നമുക്കിവിടെ താഴെ ലുക്കിംഗ് ഫോർ എനി സ്പെസിഫിക് എന്ന ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ ജനറേറ്റ് ചെയ്യേണ്ട ഇമേജിനെ കുറിച്ച് ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ മേക്ക് ദ എക്സ്റ്റീരിയർ മോഡേൺ വിത്ത് ഗ്ലാസ് റെയിലിംഗ് എന്ന് ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ജനറേറ്റ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. 3 ഓപ്ഷൻസ് വളരെ ക്വിക്കായി ഇവിടെ ജനറേറ്റ് ആവുന്നതായി നമുക്ക് കാണാവുന്നതാണ്. ഈ ജനറേറ്റ് ആയ 3 ഇമേജസ് നമുക്കിവിടെ കാണാവുന്നതാണ്. ഇതിൽ ഈ ഒരു ഇമേജിനെ നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്യാം. ഇവിടെ വിത്ത് വാട്ടർമാർക്ക്, വിത്തൗട്ട് വാട്ടർമാർക്ക് എന്നിങ്ങനെ 2 ഓപ്ഷൻസ് നമുക്ക് കാണാവുന്നതാണ്. ഈ ചെറിയ വാട്ടർമാർക്കോട് കൂടി ഇമേജിനെ നമുക്ക് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വാട്ടർമാർക്ക് ഇല്ലാതെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇതിൽ പ്രോ ആയി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഇതുപോലെ നമ്മൾ ഈ ഒരു എക്സ്റ്റീരിയർ റീമോഡൽ ചെയ്തിരിക്കുകയാണ്. അടുത്തതായി ഈ ഒരു ഇമേജിനെയാണ് റിനോവേറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു ഇമേജിനെ ഇതിലേക്ക് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാം. ആ ഒരു ഇമേജ് ഇതിൽ ആഡ് ആയിരിക്കുകയാണ്. ഇനി ബിൽഡിംഗ് സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ട സ്റ്റൈൽ ഇവിടെ നിന്നും സെലക്ട് ചെയ്യാം. ഇനി കൺഫേം എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇനി എൻവയോൺമെൻറ്റിൽ ഞാൻ ഇതുപോലെ ഈ 3 ടൈമും സെലക്ട് ചെയ്യുകയാണ്. ഈ 2 വെതർ ഇതുപോലെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ലൊക്കേഷനും ഇതുപോലെ റാൻഡമായി നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി കൺഫേം ക്ലിക്ക് ചെയ്ത് നമുക്കിതിൽ ജനറേറ്റ് ചെയ്യാം. ഇവിടെ ഈ ഒരു ഇമേജ് ഇതുപോലെ ജനറേറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യാം. ഇതിൽ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് സ്ലൈഡ് ചെയ്ത് നമ്മളുടെ ഇമേജുമായി കമ്പയർ ചെയ്യാവുന്നതാണ്. നമ്മൾ സെലക്ട് ചെയ്ത സ്റ്റൈലിൽ നമ്മളുടെ എക്സ്റ്റീരിയർ ഇതുപോലെ ഇവിടെ റിനോവേറ്റ് ആയിരിക്കുകയാണ്. 3 ഓപ്ഷനുകളാണ് നമ്മളിവിടെ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ വളരെ ഈസിയായി ഒരു ഫോട്ടോ ഉപയോഗിച്ച് നമ്മുടെ സ്പേസിനെ റെനോവേറ്റ് ചെയ്യുന്നതിനായി ഐഡിയൽ ഹൗസ് എന്ന ഈ ഒരു AI യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു ഇമേജിനെ നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് ഇത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഈ ഒരു ഇമേജിനെ കൂടുതൽ എൻഹാൻസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഫോട്ടോ എൻഹാൻസർ എന്ന ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. നമുക്ക് ഈ ഒരു ഫോട്ടോ എൻഹാൻസർ ചെക്ക് ചെയ്യാം. ഈ ഒരു ഫോട്ടോ എൻഹാൻസറിലേക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഇമേജിനെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി കൺഫേം ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മളുടെ ഇമേജിനെ കുറിച്ച് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യാൻ ടൈപ്പ് ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്യുകയോ ഈ ഒരു AI ക്യാപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കായി ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് ഇമേജിനെ ജനറേറ്റ് ചെയ്യാവുന്നതുമാണ്. നമ്മൾ ഈ ഒരു AI ക്യാപ്ഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായി ഇതുപോലെ ഈ ഇമേജിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ്. ഇനി ജനറേറ്റ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഈ ഒരു ഫോട്ടോ എൻഹാൻസറിൽ 3 ഇമേജസ് ഇവിടെ ജനറേറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു എൻഹാൻസ് ആയ ഇമേജിനെ സെലക്ട് ചെയ്യാം. ഇനി ഡൗൺലോഡ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. വിത്തൗട്ട് വാട്ടർമാർക്ക് ഞാൻ ഈ ഒരു ഇമേജിനെ ഇതുപോലെ ഡൗൺലോഡ് ചെയ്യുകയാണ്. ഐഡിയൽ ഹൗസിലെ ഫോട്ടോ എൻഹാൻസറിൽ നമ്മൾ ഈ ഒരു ഇമേജിനെ ഡീറ്റെയിൽ ആയി എൻഹാൻസ് ചെയ്തിരിക്കുകയാണ്. അടുത്തതായി ഐഡിയൽ ഹൗസിലെ ലാൻഡ്സ്കേപ്പിംഗ് എന്ന ടൂളാണ് ചെക്ക് ചെയ്യുന്നത്. ഒരു എക്സ്റ്റീരിയർ ഇമേജിനെ ഇതിലേക്ക് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാം. ഇനി ഗാർഡൻ സ്റ്റൈലിൽ ഈ ചൂസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായ സ്റ്റൈൽസിനെ ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ഒരുപാട് ടൈപ്പ് സ്റ്റൈലുകൾ നമുക്കിവിടെ കാണാവുന്നതാണ്. ഞാൻ ഇതുപോലെ റാൻഡമായി കുറച്ച് സ്റ്റൈലുകൾ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി കൺഫേം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അടുത്ത എലമെന്റ്സ് എന്ന ഓപ്ഷനാണ്.
ഇവിടെ നിന്നും നമ്മുടെ സീനിലേക്ക് ആവശ്യമായ പ്ലാന്റ്സ്, ട്രീസ് തുടങ്ങിയ എലമെൻറ്റുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇതുപോലെ ഫ്ലവേഴ്സ്, ട്രീസ്, റോക്സ്, ടെറൈൻ, ഹെഡ്ജ് തുടങ്ങിയ എലമെൻറ്റുകൾ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി കൺഫേം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇനി സ്പെസിഫിക് ആയി എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ലുക്കിംഗ് ഫോർ എനി സ്പെസിഫിക് എന്ന ഈ ഒരു ഏരിയയിൽ നമുക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു ഏരിയ ബ്ലാങ്ക് ആയി ലീവ് ചെയ്യുകയാണ്. നമുക്ക് ജനറേറ്റ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. 3 ഓപ്ഷൻസ് ഇവിടെ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സെക്കൻഡുകൾക്കുള്ളിൽ നമ്മൾ ആഡ് ചെയ്ത ഇമേജിൽ 3 ടൈപ്പ് ലാൻഡ്സ്കേപ്പിംഗ് ഇവിടെ ജനറേറ്റ് ആയിരിക്കുകയാണ്. നമുക്കിവിടെ ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യാം. ലാർജ് ഇമേജ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇനി സൈഡ് ബൈ സൈഡ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇവിടെ നിന്ന് ഓരോ ഇമേജുകളായി ചെക്ക് ചെയ്യാവുന്നതാണ്. വളരെ ബ്യൂട്ടിഫുള്ളായ 3 ലാൻഡ്സ്കേപ്പിംഗ് ഡിസൈനുകളാണ് നമുക്കിതിൽ ലഭിച്ചിരിക്കുന്നതെന്ന് ഇവിടെ കാണാവുന്നതാണ്. ഇതുപോലെ ഹൗസ് GPT, ഇൻറ്റീരിയർ റീമോഡൽ, എക്സ്റ്റീരിയർ റിനോവേഷൻ, ഫോട്ടോ എൻഹാൻസർ, ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങിയ ഐഡിയൽ ഹൗസിലെ AI ടൂളുകൾ യൂസ് ചെയ്ത് നമ്മുടെ സ്പേസിനെ കംപ്ലീറ്റ് മേക്ക് ഓവർ ചെയ്യാവുന്നതാണ്. ആർക്കിടെക്ട്സ്, ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് എന്ന് തുടങ്ങിയ ഏതൊരാൾക്കും വളരെ ക്വിക്കായി ഒരു ഏരിയ ഡിസൈൻ ചെയ്യുന്നതിനായി ഈ AI ടൂൾസുകൾ യൂസ് ചെയ്യാവുന്നതാണ്. ഐഡിയൽ ഹൗസ് എന്ന ഈ ഒരു AI ടൂളിൻ്റെ ലിങ്ക് HMediaയുടെ വാട്സപ്പ് ചാനലിൽ നിന്നും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും ആക്സസ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.